ശശി തരൂരിനെതിരെ പി.ജെ. കുര്യൻ രംഗത്ത്. തരൂർ കൂടുതൽ സമയം വിദേശത്താണ്, ഇംഗ്ലീഷ് കൊണ്ട് മാത്രം നേതാവാകില്ലെന്നും ആക്ഷേപം. തരൂരിന് എല്ലാ പരിഗണനയും നൽകിയിട്ടുണ്ട്. നരേന്ദ്രമോദി ജനകീയ നേതാവാണെന്നും പി.ജെ. കുര്യൻ ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പാർട്ടിയെ വിമർശിക്കുന്നതിന് പകരം അദ്ദേഹം തിരുവനന്തപുരത്ത് സ്ഥാപിച്ചിട്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് കിട്ടുമോ ഫോൺ, അദ്ദേഹം വിദേശത്താണ് കൂടുതൽ സമയം. തിരുവനന്തപുരത്ത് താമസിച്ചിട്ട് സാധാരണ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കണം, സാധാരണ ജനങ്ങളുടെ പരിപാടിയിൽ പോകണം, കോൺഗ്രസിൻ്റെ ബൂത്ത് കമ്മിറ്റിയിൽ പോകണം, കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റിയിൽ പോകണം, കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കമ്മിറ്റിയിൽ പോകണം. ഞാനിപ്പോൾ തുറന്നു പറയും, ഇംഗ്ലീഷ് വിദ്യാഭ്യാസമോ അല്ല ഇതോ ആണെങ്കിൽ ഇതില്ല, ഇതൊക്കെ ആണെങ്കിൽ ഇതിനേക്കാൾ കൂടുതലുള്ളവർ ഇന്ത്യയിലില്ലേ? ഇന്ത്യൻ ഇൻ്റലക്ച്വൽസ് ഇല്ലയോ ഇപ്പം നരേന്ദ്രമോദിക്ക്? പക്ഷേ അദ്ദേഹം നേതാവല്ല, അദ്ദേഹം നേതാവാണ്. കാര്യമാണ് ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് വർദ്ധിച്ചു വരുന്ന നേതാവ് എന്ന് പറഞ്ഞാൽ അതാണ് നേതാവ്, അല്ല നേതാവിനെ ഇമ്പോസ് ചെയ്യേണ്ടത് അല്ല. ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഗൗതം, പി.ജെ. കുര്യന്റെ ഭാഗത്ത് നിന്ന് ശശി തരൂരിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നു വന്നത്. പരിഹാസം ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് പഠിച്ചതുകൊണ്ട് മാത്രം നേതാവാകില്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പരിജ്ഞാനം കൊണ്ട് ഒരിക്കലും നേതാവാകില്ല എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചും അദ്ദേഹം പറയുകയുണ്ടായിരുന്നല്ലോ. അദ്ദേഹം ജനകീയ നേതാവാണെന്നും ഭാഷകൾക്ക് അതീതമായി തന്നെ ജനഹൃദയങ്ങളിൽ അദ്ദേഹം ഇടം പിടിച്ചിട്ടുണ്ട് എന്നും പി.ജെ. കുര്യൻ പറഞ്ഞു വയ്ക്കുകയാണല്ലേ? ദേവിക, അത് തന്നെയാണ്. അതായത് ശശി തരൂരിനെതിരെ വലിയ വിമർശനമാണ് ഇപ്പോൾ രാജ്യസഭ മുൻ ഡെപ്യൂട്ടി ചെയർമാൻ കൂടിയായിട്ടുള്ള പി.ജെ. കുര്യൻ ഉന്നയിക്കുന്നത്. ഇദ്ദേഹം ഇന്നിപ്പോൾ വൈകിട്ട് നടക്കാൻ പോകുന്ന കോൺഗ്രസ് യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയതാണ്. ഈ ഘട്ടത്തിലാണ് മാധ്യമപ്രവർത്തകർ ഈ ശശി തരൂർ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകൾ ഓർമ്മപ്പെടുത്തിയത്. ഈ ഘട്ടത്തിൽ ശശി തരൂരിനെതിരെ വലിയ വിമർശനം പി.ജെ. കുര്യൻ നടത്തുകയായിരുന്നു. ഇംഗ്ലീഷ് അറിയുന്നത് കൊണ്ട് മാത്രം ഒരാൾ നേതാവാകില്ല എന്നായിരുന്നു ആദ്യത്തെ പരാമർശം. അതിനുശേഷം പിന്നീട് അദ്ദേഹം പ്രധാനമന്ത്രിയെ പ്രശംസിക്കുന്നുണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ ഇംഗ്ലീഷ് അത്ര ഫ്ലുവന്റ് അല്ല, അല്ലെങ്കിൽ അത്ര ഇംഗ്ലീഷിൽ പ്രാവീണ്യമുള്ള ആളല്ല. പക്ഷെ അദ്ദേഹം ഗ്രൗണ്ടിൽ ഭയങ്കര ബന്ധമുള്ള ആളാണ്, ജനകീയ നേതാവാണ്. അങ്ങനെയാണ് വേണ്ടത്. അല്ലാതെ ശശി തരൂരിനെ പോലെ ഇംഗ്ലീഷ് മാത്രം അറിയാം എന്നത് കൊണ്ട് ഒരു വലിയ നേതാവ് എന്ന നിലയിൽ ചിത്രീകരിക്കേണ്ടതില്ല എന്ന സന്ദേശം പി.ജെ. കുര്യൻ നൽകുകയായിരുന്നു. മാത്രമല്ല, ഈ ശശി തരൂർ എപ്പോഴും വിദേശത്തുള്ള നേതാവാണ്. വളരെ കുറച്ച് സമയം മാത്രമായിരിക്കും സ്വന്തം നാട്ടിൽ ചെലവഴിക്കുക എന്നൊരു വിമർശനം കൂടി കുര്യന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി.